മുല്ലപ്പെരിയാർ ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തുന്നു. 139.9 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഇങ്ങനെ തുടർന്നാൽ 4 മണിക്കൂർ കൊണ്ട് ജലനിരപ്പ് 140 അടിയിലെത്തും. 142 അടിയാണ് ഡാമിന്റെ സംഭരണശേഷി. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ആണ് ചേരുന്നത്. പ്രിൻസ്, ഈ സംഭരണശേഷിയിലേക്ക് ഉയർന്നാൽ പിന്നീട് ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടല്ലോ. അതിനുള്ള ക്രമീകരണങ്ങളോ ആലോചനകളോ നടക്കുന്നുണ്ടോ? അഭിലാഷ്, നിലവിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139.9 അടിയിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത മണിക്കൂറുകളിൽ തന്നെ ജലനിരപ്പ് 140 അടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏകദേശം 2000 ക്യൂസെക്സോളം വെള്ളം സെക്കൻഡിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്നാൽ ഇതിൽ ആര്യമ്പാതികമായി വെള്ളം ടണൽ മാർഗം തമിഴ്നാട് കൊണ്ടുപോകുന്നില്ല. നിലവിൽ 300 ക്യൂസെക്സോളം വെള്ളം മാത്രമാണ് ടണൽ മാർഗം കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് മേഖലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന മേഖലകളിലൊക്കെ വെള്ളം നിൽക്കുന്ന സാഹചര്യമുള്ളതിനാൽ കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നിലവിലില്ല. നിലവിൽ മുല്ലപ്പെരിയാറിലേക്ക് വലിയ തോതിലുള്ളൊരു നീരൊഴുക്കില്ല എങ്കിൽ പോലും ഈ ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കാര്യമായി കുറച്ചതാണ് ഇപ്പോൾ ജലനിരപ്പ് താഴാതെ ഉയർന്നു തന്നെ നിൽക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ ശക്തമായ മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അണക്കെട്ട് സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടായതിനെ തുടർന്ന് സ്പിൽവേ ഷട്ടർ ഉയർത്തുമെന്നൊരു അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് അത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോയില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനെ തുറക്കേണ്ട സ്പിൽവേയിലൂടെ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് സ്വീകരിക്കേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം മറിച്ചത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആവശ്യമായ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മഴ ശക്തമായി ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരികയില്ല, പെരിയാറിലേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്.